എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിനെ ഇത്രമേൽ പുണ്യമുള്ളതാക്കിയത്? ഇത്രമേൽ മഹത്വങ്ങളുള്ള മാസമായി പരിശുദ്ധമായ റമളാൻ മാറാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. എന്താണ് കാരണമെന്തെന്നറിയുമോ? പുണ്യങ്ങളുടെ പൂക്കാലമായി പരിശുദ്ധമായ റമളാൻ മാറാനുള്ള കാരണം എന്താണ്? ഈ റമളാനു വേണ്ടിയാണ് നമ്മൾ 2 മാസങ്ങളായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. വിശ്വാസി സമൂഹം മുഴുവനും ഇത്രമേൽ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന പരിശുദ്ധമായ റമളാൻ, ഈ റമളാൻ ഇത്രമേൽ പവിത്രത ലഭിക്കാൻ, മഹത്വങ്ങൾ ലഭിക്കാൻ, പരിശുദ്ധമായ റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമായി മാറാനുള്ള കാരണമെന്തെന്നറിയുമോ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ റമളാൻ ഇത്രമേൽ പവിത്രമായത്? റമളാൻ ഇത്രമേൽ പുണ്യമായി മാറാനുള്ള കാരണം പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസമാണത്. സന്മാർഗത്തിന്റെ ഏറ്റവും വലിയ വഴിവിളക്കായ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യ സമൂഹത്തെ സന്മാർഗത്തിന്റെ സൽപാതാവിലേക്ക് വഴി നടത്തുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ അവതരിച്ച മാസമാണ് പരിശുദ്ധമായ റമളാൻ. ഖുർആൻ അവതരിച്ചതിന്റെ പേരിലാണ് റമളാൻ ഇത്രമേൽ പുണ്യമുള്ളതായി മാറിയത്, ഇത്രമേൽ മഹത്വമുള്ളതായി മാറാനുള്ള കാരണം ഖുർആൻ അവതരിച്ചു എന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൽ ഖുർആനുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ടാക്കണം. പരിശുദ്ധമായ ഖുർആനുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടാവണം. പരിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ കഴിയണം. ഹബീബായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. മദീന പള്ളിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് സഹാബത്തിനോട് പറയുന്നു, സഹാബാ ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളിൽ നിന്ന്, അല്ലാഹുവിന് അവന്റെ അടിമകളായ ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായുള്ള ചില കുടുംബക്കാരുണ്ട് സഹാബത്ത്. അല്ലാഹുവിനേറെ പ്രിയമുള്ള, അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള കുടുംബക്കാരുണ്ട്. മൻഹും യാ റസൂലല്ലാഹ്. അവരാരാണ് നബിയേ? ജനങ്ങളിൽ നിന്നുള്ള സിട്ടാവായ തമ്പുരാന്റെ കുടുംബക്കാരാരാണ് യാ റസൂലല്ലാഹ്? ഹബീബായ പ്രവാചകനോട് അത്ഭുതത്തോടു കൂടി സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആന്റെ ആളുകളാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവരാണ്, പാരായണം ചെയ്യുന്നവരാണ്, പരിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർക്കുന്നവരാണ്, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നടത്തുന്നവർ, പരിശുദ്ധമായ ഖുർആൻ കർമ്മരേഖയായി ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന, ഖുർആൻ നെഞ്ചോട് ചേർത്തവരാണ് അല്ലാഹുവിന്റെ കുടുംബക്കാരെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററാ. പരിശുദ്ധമായ ഖുർആനുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള, പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ അറിയുന്ന, ഖുർആനിൽ പ്രാവീണ്യമുള്ള ഒരു മനുഷ്യന്റെ സ്ഥാനം എന്തെന്നറിയുമോ? സഫറത്തിൽ കിറാമിൽ ബററാ. അല്ലാഹുവിന്റെ എഴുത്തുകാരായ മലക്കുകളോടൊപ്പമാണ് അവന്റെ സ്ഥാനമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പരിശുദ്ധരായ മലക്കുകളോടൊപ്പമുള്ള ആദരവ് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനുമായിട്ട് ബന്ധമുണ്ടാവണം. ആ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യണം. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വേറൊരു മനുഷ്യനുണ്ട്, അവൻ ആരെന്നറിയുമോ? അവനക്ക് നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല. പരമാവധി നന്നാക്കാൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഓതുന്നതിനു വേണ്ടി അവന്റെ കഴിവിന്റെ പരമാവധി അവൻ പരിശ്രമിക്കുന്നുണ്ട്. ആ സമയത്തും പലപ്പോഴും ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് അവന് ഖുർആൻ പാരായണം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ലഹു അജ്റാൻ
റമളാൻ അവനക്ക് അല്ലാഹു രണ്ട് പ്രതിഫലമാണ് നൽകുക. ഒന്ന് ഓതുന്നതിന്റെ പ്രതിഫലം, വീണ്ടുമോ രണ്ടാമത് നൽകുന്നതോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ പ്രതിഫലം. അങ്ങനെ രണ്ട് പ്രതിഫലങ്ങൾ ഓതാൻ കഷ്ടപ്പെടുന്നവൻ അല്ലാഹു നൽകുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ ഖുർആനെ മാറ്റിവെക്കല്ലേ. അതെടുത്തിട്ട് പരമാവധി നല്ല രീതിയിൽ ഓതാനുള്ള വഴികൾ കണ്ടെത്ത് അറിയാവുന്നവരോട് ചോദിച്ചു പഠിക്ക്. അങ്ങനെ നല്ല രീതിയിൽ ഒരു ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നവനായി നമുക്ക് മാറാൻ ഈ റമളാനെങ്കിലും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കേണ്ട മാസമാണിത്. ായിട്ട് ബന്ധം സ്ഥാപിക്ക്. ഈ ഖുർആൻ നല്ല രീതിയിൽ പരിശുദ്ധമായ റമളാനിൽ പാരായണം ചെയ്യ്. പരമാവധി ഖത്മുകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്ക്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫാൻ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സിയാമു വൽ ഖുർആനു യശ്ഫാൻ ലിൽ അബ്ദി യൗമൽ ഖിയാമ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരു ചാൺ മുകളിൽ സൂര്യകോളം ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുന്ന തിളച്ചുമറിയുന്ന ചെമ്പിന്റെ തറയിൽ നഗ്നപാതരായി നിൽക്കുമ്പോ അതാ തലച്ചോറ് തിളച്ചു മറിയുകയാണല്ലോ. തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ട് ചെവിയിലൂടെയും മൂക്കിലൂടെയും ഒലിച്ചിറങ്ങുന്ന അത്രമേൽ ഭീകരമായ വിചാരണയുടെ നാളിൽ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിൽക്കുമ്പോ ആരോരും സഹായത്തിനില്ല. കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, സ്നേഹിതരില്ല, ആരും തന്റെ കൂടെ സഹായത്തിനില്ല. താൻ ഒന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനില്ല, കൂടെ കിടന്ന പ്രിയപ്പെട്ട ഭർത്താവില്ല, ഭാര്യയില്ല, പ്രിയപ്പെട്ട ഉമ്മയില്ല, പിതാവില്ല, ആരുമില്ല. എല്ലാവരും നഫ്സി നഫ്സി നഫ്സിയാ. സ്വന്തം കാര്യത്തിനു വേണ്ടി ഓടുന്ന, ആരോരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ രക്ഷയ്ക്കെത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിന്റെ രക്ഷയ്ക്കെത്തും. അസ്സിയാമു വൽ ഖുർആനു യശ്ഫാനിൽ അബ്ദി യൗമൽ ഖിയാമ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുകയും അതേപോലെ ഖുർആനുമായിട്ടും നിങ്ങൾ ഓതാനും ബന്ധപ്പെടാനും സാധിക്കുകയാണെങ്കിൽ നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിലെത്തുമ്പോ അതാ നോമ്പ് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് മനഅതുഹു തആമ വശറാബ വശഹവാതി ബിന്നഹാർ. അല്ലാഹുവേ, പകൽ മുഴുവനും ഇവൻ വല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്തവനാണ്. ഒരു നേരത്തെ അഷ്ടിക്കുകയില്ലാതെ പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവൻ. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നട്ടുച്ച നേരത്ത് കിടന്ന് ഇവൻ പ്രയാസപ്പെടുമ്പോ ആ സമയത്ത് ഇവന്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണമാണ്, വല്ലാത്ത പ്രയാസമാണ്. ഒരിറ്റ് ദാഹജലം കുടിക്കണമെന്ന് അവനക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മനഅതുഹു തആമ വശറാബ വശഹവാതി ബിന്നഹാർ. നോമ്പുകാരനായതിന്റെ പേരിൽ അവൻ ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. അല്ലാഹ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോഴും ഒരിറ്റു ഭക്ഷണം പോലും അവന് കഴിച്ചില്ല. അവൻ നോമ്പുകാരനായിരുന്നു. രാത്രിയിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമത്രേ, മനഅതുഹു നൗമ ബില്ലൈൽ. അല്ലാഹുവേ, പകൽ മുഴുവനും നോമ്പ് നോറ്റുവല്ലാതെ പ്രയാസപ്പെട്ട് ക്ഷീണിതനായി. പക്ഷേ രാത്രിയിൽ വിശ്രമിക്കാനുള്ള അവസരം അവനക്കുണ്ടായിരുന്നു. പക്ഷേ ഉറക്കം പോലും കളഞ്ഞിട്ട് എന്നെ പാരായണം ചെയ്തവനാണ് അല്ലാഹ്. എന്നെ ധാരാളമായി ഇവൻ പരിശുദ്ധമായി പാരായണം ചെയ്തു. അല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിനോട് പറയുകയാണ്, മനഅതുഹു നൗമ ബില്ലൈൽ. ധാരാളമായി എന്നെ പാരായണം ചെയ്തതിന്റെ പേരിൽ ഇവന്റെ ഉറക്കം ധാരാളമായി പോയി. അല്ലാഹ്, അതുകൊണ്ട് ഇവനക്ക് നീ സ്വർഗം നൽകണേ, ഞങ്ങളുടെ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനും നോമ്പും അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൽ നോമ്പ് പിടിക്കൽ മാത്രമല്ല, അള്ളാന്റെ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാവണം. ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്യലു മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയണം. ആ ഖുർആന്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആളെ പടച്ച തമ്പുരാന്റെ അടുക്കൽ ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാരായി മാറുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവഗണിക്കുന്നവരുണ്ടല്ലോ, ആ ഖുർആന്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാതെ ഖുർആനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഖുർആന്റെ കൽപ്പനകളെ തിരസ്കരിച്ചുകൊണ്ട്, ഖുർആനെ വിസ്മരിച്ചുകൊണ്ട്, ഖുർആന്റെ ആയാത്തുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഖുർആനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ആളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അന്ധന്മാരായിട്ടായിരിക്കും അല്ലാഹു അവരെ കൊണ്ടുവരിക. പടച്ചവന്റെ പരലോകത്തിൽ അവർ അന്ധന്മാരായി, കണ്ണ് കാണാത്തവന്മാരായിട്ടായിരിക്കും അല്ലാഹു കൊണ്ടുവരിക. അവർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് ലിമ ഹശറതനി അഅമാ വഖദ് കുന്തു ബസീറാ. എന്താണ് റബ്ബേ, എനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ, എനിക്ക് കാഴ്ചയുണ്ടായിരുന്നതാണല്ലോ, ഇന്ന് എനിക്ക് എന്തേ കണ്ണ് കാണുന്നില്ല, എന്തേ ഞാൻ അന്ധനായി പോയി എന്ന് പടച്ച തമ്പുരാന് മുമ്പിൽ വിലപിക്കുമ്പോ അല്ലാഹു പറയുമത്രേ, നീ ഖുർആനെ വിസ്മരിച്ചവനല്ലേ, എന്റെ ആയത്തുകളെ നീ തള്ളിപ്പറഞ്ഞവനല്ലേ, എന്റെ കൽപ്പനകളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ ഞാൻ തന്ന കൽപ്പനകളെ തിരസ്കരിച്ചവനല്ലേ. അതുകൊണ്ടാണ് ഈ പരലോകത്ത് നിന്നെ അന്ധനാക്കി അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അവഗണിച്ചവരോട് നാളെ പരലോകത്ത് വെച്ച് പറയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ.